കോഴിക്കോട് മാമി തിരോധാന കേസിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നടക്കാവ് മുൻ SHO ജിജീഷിന് വീഴ്ച പറ്റിയെന്ന വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് IGക്ക് കൈമാറിയിട്ടുണ്ട്. CCTVയും ടവർ ലൊക്കേഷനും കൃത്യമായി പരിശോധിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കൃത്യമായ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ ചുരുളഴിയേണ്ട കേസാണ്. പക്ഷേ യാതൊന്നും സംഭവിച്ചില്ല. എന്തായാലും മുൻ SHOനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടാണ് IGക്ക് കൈമാറിയിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും രാഖി. 2023 ഓഗസ്റ്റ് 21 കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിട്ടുള്ള മാമിയെ കാണാതാകുന്നത്. അന്ന് തന്നെ കുടുംബം നടക്കാവ് പോലീസിലാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ നടക്കാവ് പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നാണിപ്പോൾ പോലീസിന്റെ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാണാതായ ദിവസം കോഴിക്കോട് ബീച്ചിൽ മാമിയെ കണ്ടിട്ടുണ്ട് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിട ഉടമ പോലീസിനോട് അന്ന് മൊഴി നൽകിയിരുന്നു. അതിനുശേഷം പോലീസ് കൃത്യമായി ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ളതാണ്. പ്രദേശത്ത് ഏകദേശം 60-ലധികം CCTV ഉണ്ടായിരുന്നു. ഈ CCTV കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ മാമി അവസാനമായി സംസാരിച്ച ഫോൺ ലൊക്കേഷൻ അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താനും നടക്കാവ് പോലീസ് നടത്തിയില്ല എന്നുകൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ മാമി തിരോധാന കേസിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ എടുത്തു പറയുന്ന പേര് അന്ന് നടക്കാവിൽ ഉണ്ടായിരുന്ന SHO യുടെ ഭാഗത്ത് നിന്ന് ജിജീഷിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ IGക്ക് കൈമാറിയിട്ടുണ്ട്. ഈ മാമി തിരോധാന കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോൾ IGക്ക് കൈമാറിയിട്ടുള്ള വകുപ്പ് തല റിപ്പോർട്ട്. ശരി അനഘ.